എന്താണ് വിജയിച്ച ഷോപ്പത് കിടന്ന് ഉറങ്ങുന്ന? ബജോട്ട് ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാ. ഉറങ്ങാൻ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്? അല്ല, എനിക്കിങ്ങനെ ഉറക്കം വരുന്നുണ്ട് കേട്ടാ. ഇന്ന് നമ്മുടെ കച്ചവടം തീരെ കുറവാന്നല്ല, ആളൊന്നും കാണാത്ത രാവിലെ തന്നെ. ബൈജോട്ടാ ഇന്ന് ഷോപ്പ് തുറന്ന വിജീഷാണ്, അപ്പൊ ഇന്നത്തെ കച്ചവടം പോക്കാണ്. ഷബീറെ, വെറുതെ ഓരോ അന്ധവിശ്വാസം ഒന്നും പറയല്ലേ, അങ്ങനെയൊന്നും ഇല്ലടോ. ഒന്നല്ല ബൈജോട്ടാ, അതുള്ളതാണ്. ഒരാൾക്ക് ഓരോ ഐശ്വര്യമുണ്ട്. അല്ല ഷബീറെ, അപ്പൊ വിജേഷിന് ഐശ്വര്യം ഇല്ലെന്നാ നീ പറയുന്നത്? ബൈജോട്ടാ മിന്നാന്ന് ഇവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കാല് കുത്തലും അപ്പ കറണ്ട് പോയി. നോക്കുമ്പോഴത്തേക്കോ ഫ്യൂസ് തന്നെ അടിച്ചു പോയി. അമ്മാതിരി സാധനം ഇത്. ഫ്യൂസ് അടിക്കാനാ? ഉള്ളി തന്നെ ഷബീറെ നീ പറയുന്നത്? സത്യമായിട്ടും ബൈജോട്ടാ ഫ്യൂസ് അടിച്ചിനി. വേണേ വിജേഷിനോട് ചോദിച്ചു നോക്ക്. വിജേഷ ഫ്യൂസ് അടിച്ചത് ഉള്ളി തന്നെ? ബജോട്ട് അവൻ്റെ വീട്ടിൽ ലോക്കൽ വയറിംഗ് ചെയ്തിനി, അത് ഷോർട്ടായിട്ട് ഫ്യൂസ് അടിച്ചു തന്നെ, അല്ലാതെ എൻ്റെ കുറ്റമൊന്നുമല്ല. ബൈജോട്ടാ കഴിഞ്ഞ മാസമാണ് വീട്ടിൽ കൂടുതലുണ്ടായ നല്ല ഫസ്റ്റ് ക്ലാസ് വയറിംഗാ ചെയ്തിട്ടില്ലേ. ആ സാധനം ഷോർട്ടാണെങ്കിൽ ഇവന്റെ കഴിവ് ആലോചിച്ച് നോക്ക്. ബൈജോട്ടാ ഇവൻ കയറുമ്പോൾ ഫീസേ പോയിട്ടോ. ഇവൻ ഇറങ്ങുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? എന്നാ പറ്റിയ ഷബീറെ? ഇവൻ കയറുമ്പോൾ ഫീസ് പോയി. ഇറങ്ങിയ പാട് അപ്പുറത്തെ വീട്ടിലെ നായയെ ചങ്ങല പൊട്ടിച്ചിട്ട് നേരെ വീട്ടിൻ്റെ മുന്നിൽ. പിന്നെ ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. രാത്രി വരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവൻ മാൻഡ്രാക്കാണ് ബൈജോട്ടാ, ശരിയായ മാൻഡ്രാക്ക്. വിജേഷേ, നീ കയറുമ്പോൾ മാൻഡ്രാക്ക്, ഇറങ്ങുമ്പോൾ മാൻഡ്രാക്ക്. നീ ഇന്ന് ഷോപ്പ് തുറന്നില്ലേ? ഇതാ അവസ്ഥ. ഒരു കാര്യം ചെയ്യും, നീ ഷോപ്പ് അടക്കണ്ട, ഷബീർ കൂട്ടിക്കോളും കേട്ടാ. രാഹുല, ഇന്ന് ഷോപ്പ് തുറന്നിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ബജോട്ടാ ഒരു 5 പ്രാവശ്യം കറണ്ട് പോയി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കറണ്ട് പോയിട്ടല്ലേ ഉള്ളൂ, ജനറേറ്റർ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഫ്യൂസ് ഒന്നും അടിച്ചില്ലല്ലോ? ഫ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല, പക്ഷേ മെയിൻ സ്വിച്ചിൻ്റെ എടുക്കുന്ന എന്തോ ഒച്ചപ്പാട് പറ്റും. മെയിൻ സ്വിച്ചിട്ട് എടുക്കുന്ന ഒച്ചപ്പാടാ? ഷബീറെ, നീ ഒന്ന് വേഗം പോയി നോക്കിട്ടെ. അല്ല വേണ്ട, നീ എന്നെ വിട്ടോ, പോപ്പോ വേഗം നോക്കിട്ടോ. ബജോട്ടാ ഇപ്പം നോക്കിയിട്ട് തരാം. അവിടെ ഷബീറെ, ഇവനീ കഴിവുള്ളത് എനിക്ക് നേരത്തെ അറിയാവുക? ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ മുമ്പേ കാണിക്കലുണ്ട് ബൈജോട്ടാ. എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഉറപ്പായത്. എന്നാ പിന്നെ ഷബീർ, നീ ഇത് നേരത്തെ പറയല്ലേ? ഇനി ഇതാ ഓനെ കൊണ്ട് ഷട്ടർ തുറപ്പിക്കും വേണ്ട, പൂട്ടിക്കും വേണ്ട, നീ ചെയ്താൽ മതി ആ കാര്യമില്ല കേട്ടാ. ആ ശരി ബൈജോട്ടാ. എടാ ഷബീറെ, നമുക്ക് ഇവരങ്ങ് പറഞ്ഞു വിട്ടാലോ? എന്നാ പിന്നെ അലമ്പില്ലല്ല. ബൈജോട്ടാ ഇവരെ പോലത്തെ ആൾക്കാരൊന്നും പിണക്കാൻ പാടില്ലേ. ഇവരൊക്കെ ശപിച്ചാലുണ്ടല്ല പിന്നെ കട്ട പുകയാണ്. ഈ ജന്മത്തെ ഗതി കുടിക്കില്ല പിന്നെ. അതെയാ, അങ്ങനെയുണ്ടാ? എടാ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല ബൈജോട്ടാ, എല്ലാവർക്കും കൂടി ഓരോ ഉറുക്ക് കേട്ടാ. അപ്പൊ നമ്മളെ തടി നമുക്ക് സേഫ് ആക്കാം. ഉറുക്ക് കേട്ടാ? ഞാൻ സേഫ് കേട്ടാ. ഇതാ എനക്ക് ഉറുക്കുണ്ട്. ഷബീറെ, എൻ്റെ ഉറുക്ക് എവിടെയുള്ള? എൻ്റെ ഉറുക്ക് അരക്കുണ്ട് ബൈജോട്ടാ. രാവിലെ നിന്റെ ഉറുക്കോ? എൻ്റെ ഊർക്ക് വീട്ടിലല്ലോ ബജോട്ടാ, അതിന്ന് കട്ടാൻ മറന്നുപോയി. എന്നാ നിന്റെ കാര്യം പോക്കാം. എടാ മാൻഡ്രാക്ക് മുകളിൽ പോയിട്ടാണല്ലേ, ആ സമയം കൊണ്ട് ബിയെ പോയി കെട്ടിക്കോ. അനക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല ഷബീർക്ക്. ആ കിട്ടുമ്പോൾ പഠിക്കും. എടാ ഷബീറെ, ഓടുത്ത് നമ്മള് മാൻഡ്രാക്ക് വരുന്നാണെന്നില്ലല്ലോ? ബൈജോട്ടാ അവിടെ എന്തോ സംഭവിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. എടാ എന്നാ പിന്നെ വേഗം പോയി നോക്കാം, കയ്യൂല എന്താ പറ്റിയെന്നുള്ളത്. നീ വാ ഷബീറെ, രാവിലെ പാടാ. ബൈജോട്ടാ മാൻഡ്രാക്ക് വീണല്ല. ബജോട്ടാ ഇനി നമ്മളെ ഷോപ്പിൽ നല്ല കച്ചവടം ഉണ്ടാവും. ഓ ചത്തിട്ടൊന്നുള്ള ശ്വാസം കഴിക്കുന്നതാണെന്നില്ലേ, പോയി വിളിക്കൈനാ. ജയചേട്ടാ ജയചേട്ടാ, എടാ വിജീഷ എന്താ പറ്റിയേ? ഷബീർ മെയിൻ സ്വിച്ച് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലടാ. അപ്പം ഞാനായിട്ടുള്ള കൈയിട്ട് നോക്കി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എടാ പോട്ടാ, മെയിൻ സ്വിച്ചിൻ്റെ ആരെങ്കിലും കൈയിടുവാടാ? ബൈജോട്ടാ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടെന്നല്ലേ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കൈയിട്ട് നോക്കിയതാണ്. കൈയിട്ട് ഇരിക്കുന്ന കിട്ടിയേ? ആരോ വന്ന് അടിക്കുന്ന പോലെ തോന്നി ബൈജോട്ടാ. പിന്നെ ചെവിന്ന് കണ്ണു നോക്കിയാൽ കിളി പോയ പോലെയായി, പിന്നെയൊന്നും ഓർമ്മയില്ല. ആ അതെയാ, ഓക്കെ നമ്മളിപ്പോൾ വരാം. ബൈജോട്ടാ താഴെ നിറച്ചും കസ്റ്റമർ വന്നിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യാൻ ആളുടെ പോലും. വേഗം താഴെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതെയാ, തിരക്കായാ? നീ എന്നോട് ചിരിക്കുന്നു? ബജോട്ടാ ഷോക്ക് അടിച്ചപ്പോൾ മാൻഡ്രാക്കിന്റെ ശക്തിയിലും പോയി തോന്നുന്നുണ്ട്. ഇനി നല്ല കച്ചവടം ഉണ്ട്. ആരുടെ മാൻഡ്രാക്ക്? വിജേഷേ, നീ അവരോട് ചൂടാവൊന്നും വേണ്ട. മാൻഡ്രാക്കിലെ ഞാൻ നിനക്ക് ബയ്യെ പറഞ്ഞുതരാം. എണീക്ക്, എടാ ഓനെ ഒന്ന് പിടിച്ചോ, എണീപ്പിച്ചാട്ടെ.